ഇപ്പോൾ വരുന്നൊരു വാർത്ത. പാലക്കാട് ചിറ്റൂർ പുഴയിൽ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി, മറ്റൊരു വിദ്യാർത്ഥിക്കായി തിരച്ചിൽ തുടരുകയാണ്. കോയമ്പത്തൂർ മാനേജ്മെന്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ, അല്പസമയം മുൻപാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത്. 2 വിദ്യാർത്ഥികൾ, അവർ കോയമ്പത്തൂരിലെ കറുപ്പം മാനേജ്മെന്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പ്രദേശവാസികൾ നൽകുന്ന വിവരം. ഗൗതമും അരുണും, ആ 2 വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഗൗതമിനെ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ വിദ്യാർത്ഥിയെ ഫസ്റ്റ് എയ്ഡ് എല്ലാം, പ്രാഥമിക ശുശ്രൂഷയെല്ലാം നൽകിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എന്നതിനെ കുറിച്ചുള്ളൊരു വിവരം ഇപ്പോൾ ലഭ്യമായി. പക്ഷേ രണ്ടാമത്തെ വിദ്യാർത്ഥി അരുണിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഫയർഫോഴ്സ് അടക്കം വലിയ തിരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. ചിറ്റൂർ പുഴയിൽ ക്രമാനുഗതമായി വെള്ളം വർദ്ധിക്കുന്നുണ്ട്. പുഴയിൽ ഇറങ്ങരുതെന്ന കർശനമായ നിർദ്ദേശമുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ നടക്കം വരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളും ഈ മേഖലയിൽ വ്യാപകമായി പുഴയിൽ ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസിന്റെ ഒരു കർശന നിരീക്ഷണം ഈ മേഖലയിൽ ആവശ്യമാണെന്ന് നാട്ടുകാർ മുൻപ് തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും രണ്ടാമത്തെ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ മേഖല പൂർണ്ണമായി പാറക്കെട്ടുകളാൽ നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒഴുക്കുണ്ട്. എവിടെയെങ്കിലും കുടുങ്ങി നിൽക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വിദ്യാർത്ഥി അരുണിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഒന്നാമത്തെ വിദ്യാർത്ഥി, അതായത് ഗൗതം എന്ന കറുപ്പം മാനേജ്മെന്റ് കോളേജിലെ വിദ്യാർത്ഥിയെ ഇപ്പോൾ രക്ഷിക്കാനായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഉന്മേഷ്, ഈ പ്രദേശത്തെക്കുറിച്ച് പരിചയമില്ലാത്ത കുട്ടികളാണ്, അതാണോ ഇതിന് കാരണം? ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകാറുള്ളൊരു സ്ഥലമാണോ? ആഴമുള്ളൊരു മേഖലയാണോ ഇത്? ഉന്മേഷ, ഈ ചിറ്റൂർ പുഴ അറിയപ്പെടുന്നത് തന്നെ ഒരു ചതിപ്പുഴ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഏതു ഭാഗത്താണ് ആഴം, ഏതു ഭാഗത്താണ് പാറക്കെട്ട് എന്നതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തത ഈ പരിചയമില്ലാത്ത ആളുകൾക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ കോയമ്പത്തൂരിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാകാൻ ഇടയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരിചയക്കുറവ് എന്ന് നമ്മൾ നിസ്സംശയം പറയുന്നത്. എന്തായാലും ഈ 2 വിദ്യാർത്ഥികളും ഉച്ചയോടുകൂടിയാണ് ഈ വെള്ളത്തിൽ ഇറങ്ങിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. കാണാതായ പുറത്തും കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവർ ബഹളം വയ്ക്കുകയും നിലവിളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് ആ മേഖലയിൽ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തെരച്ചിൽ തുടരുകയാണ്. ഒരു വിദ്യാർത്ഥി അരുൺ എന്ന വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഗൗതമിനെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. കറുപ്പം മാനേജ്മെന്റ് കോളേജ് എന്നാണ് ഇത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന. മാനേജ്മെന്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ് 2 പേരും. ഉന്മേഷ്, ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്നത് ഏത് പ്രദേശം കേന്ദ്രീകരിച്ചാണ് ശ്രീജിത്ത്? വിളയോടി മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. പാലത്തിന് സമീപമാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വീടിനൊക്കെ സമീപമാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ചിറ്റൂർ പുഴയിൽ ഇറങ്ങരുത് എന്ന ബോർഡുകൾ എല്ലാ മേഖലയിലും ഇപ്പോൾ തന്നെ പഞ്ചായത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് തൊട്ടടുത്തൊരു മേഖലയിൽ സമാനമായ രീതിയിൽ ആളുകൾ കുടുങ്ങി അവരെ ഫയർഫോഴ്സ് ശ്രമകരമായി രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളന്ന് കൊടുത്തതാണ്. ഏതാണ്ട് ഒരാഴ്ചക്ക് മുൻപാണ് അത് കൊടുത്തത്. അവിടുത്തെ കള്ളു ഷാപ്പിൽ കയറി കള്ളു കുടിച്ചതിന് ശേഷം അവിടെ വന്ന് ഇറങ്ങിയ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ തമിഴ്നാട് സ്വദേശികളാണ് അത്തരത്തിൽ അന്ന് ആ ഒഴുക്കിൽപ്പെട്ടത്. പക്ഷെ അവരെ രക്ഷിക്കാനായി ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ ആ പാറയിൽ പിടിച്ചു നിന്നുകൊണ്ട് ഫയർഫോഴ്സിനെ രക്ഷിക്കാനായി. പക്ഷേ ഇത് കുറച്ചുകൂടി ഒഴുക്കുള്ള ഒരു പ്രദേശമാണ്. വെള്ളം കാര്യമായ രീതിയിൽ ഉണ്ട് ആ മേഖലയിൽ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ശ്രമകരമായി രണ്ടാമത്തെ വിദ്യാർത്ഥിയെയും കണ്ടെത്താനുള്ള നീക്കം നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉടൻ തന്നെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സ്ഥിരമായി ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ ആളുകൾ വരുന്നത്. ഇവിടുത്തെ കള്ളു ഷാപ്പുകളുടെയും അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയും ഒക്കെ കണ്ട് അത് റീൽസ് ഒക്കെ കണ്ട് വരുന്ന ആളുകളാണ് പൂർണ്ണമായി ഇവിടേക്ക്. എന്തായാലും രണ്ടാമത്തെ വിദ്യാർത്ഥിയെ അരുണിനെ കണ്ടെത്താനുള്ള നീക്കം തുടരുകയാണ്. ഗൗതമിനെ താൽക്കാലിക രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഉന്മേഷ്.